ഹായ് മക്കളെ, ഇറ്റ്സ് മീ അൻഷി ഫ്രോം MS സൊല്യൂഷൻ. അപ്പൊ നമ്മളെ മൂന്നാമത്തെ ചാപ്റ്ററിലെ L3 ക്വസ്റ്റ്യൻ അഥവാ ലെവൽ 3 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്താണ് ക്വസ്റ്റ്യൻ? സിമ്പിൾ ക്വസ്റ്റ്യൻ. എലമെന്റ് എക്സ് അഥവാ ഒരു മൂലകം എക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുണ്ട്. ഗ്രൂപ്പ് നമ്പർ 17 ആണ്. 17ാമത്തെ ഗ്രൂപ്പിലാണ് എക്സ് കിടക്കുന്നത്. ഹാസ് എ 3 ഷെൽസ്. ഇവൻക്ക് എന്തുണ്ട്? 3 ഷെൽസ് ഉണ്ടെന്ന് പറഞ്ഞു. ഇനി കുറച്ച് ആൾക്കാരെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അതിന്റെ ഉത്തരം എഴുതാനാണ്. ആകെ ഒറ്റ കൺസെപ്റ്റ് പറഞ്ഞിട്ടുള്ളൂ. ഒരു എക്സ് എന്ന് പറഞ്ഞ എലമെന്റിന്റെ ഗ്രൂപ്പ് നമ്പർ എത്രയാണ്? 17 ആണ്. പക്ഷെ ഇവൻക്ക് എത്ര ഷെൽസ് ഉണ്ട്? 3 ഷെൽസ് ഉണ്ട് സർ. ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? അതായത് ഗ്രൂപ്പ് നമ്പർ 17 എന്ന് പറയുമ്പോൾ ഏത് ബ്ലോക്കാണ്? പി ബ്ലോക്ക് ആണ് സർ. എവിടെ പോയി ഇതൊന്ന് കൂട്ടട്ടെ. ഓക്കെ, ഏത് ബ്ലോക്കാണ്? പി ബ്ലോക്ക് ആണ്. കാരണം പി ബ്ലോക്ക് ആണ് ഏത് മുതലുള്ളത്? 13 മുതൽ 18 വരെയുള്ള. അപ്പൊ പി ബ്ലോക്ക് ആണ്. അപ്പൊ പിയിലായിരിക്കും അവസാനത്തെ ഇലക്ട്രോൺ വന്നിട്ട് ചേരുന്നത് എന്നുള്ള കാര്യം നമുക്കറിയാം. അതൊക്കെ ഇനി റിവേഴ്സ് ആട്ടെ. റിവേഴ്സിൽ ചിന്തിച്ചാലേ ഉത്തരങ്ങൾ വരുള്ളേ. ഇവൻക്ക് എന്ത് പറഞ്ഞു? 3 ഷെൽസ് ഉണ്ടെന്നും പറഞ്ഞു. എത്ര ഷെൽസ് ആടാ? 3 ഷെൽസ്. അങ്ങനെയാണെങ്കിൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഒന്ന് എഴുതി നോക്കിയാലോ? നമുക്കറിയാം പി ബ്ലോക്കിന്റെ ഗ്രൂപ്പ് നമ്പർ കിട്ടണമെന്നുണ്ടെങ്കിൽ 12 കൂട്ടി കൊടുത്താൽ മതി. അഥവാ പിയിലെ ഇലക്ട്രോണുകളുടെ എണ്ണത്തോട് കൂടെ 12 കൂട്ടി കൊടുത്താൽ നമ്മളെ ഗ്രൂപ്പ് നമ്പർ കിട്ടും. ക്വസ്റ്റ്യൻ പേപ്പറിൽ പറഞ്ഞിട്ടുണ്ട് ഗ്രൂപ്പ് നമ്പർ 17 ആണ്. നമുക്കറിയാം 12 കൂട്ടിയാലാണ് ഗ്രൂപ്പ് നമ്പർ കിട്ടുക. അപ്പൊ 17 നിന്ന് 12 കുറച്ചാൽ ബാക്കി എത്ര വരെയുള്ളൂ? 5 ഇലക്ട്രോൺസേ പി എന്ന സബ്ഷെല്ലിലുള്ളൂ. റിവേഴ്സിൽ ചിന്തിച്ചാൽ മതി. ഇനി മാഷന്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതി നോക്കട്ടെ. ഫസ്റ്റ് 1s2, അടുത്തത് ഏതാടാ? 2s2, 2p6. 3 ഷെൽസ് ഉണ്ടെന്ന് പറഞ്ഞു. ഇപ്പൊ 2 ഷെല്ലായിട്ടുള്ളൂ. ഇനി മൂന്നാമത്തെ ഷെല്ലോട്ട് കടക്കാണ്. 3s2 കൊടുത്തു. ഇങ്ങനെയാവോ? ഇത് 3 ഷെൽസ് ഓക്കെയാണ്, പക്ഷെ എസ് എന്ന ബ്ലോക്കാ. എസ് ബ്ലോക്കും. അപ്പൊ എസിൽ 2 ഇലക്ട്രോൺസ് ആവുമ്പോൾ ഗ്രൂപ്പ് നമ്പർ 2 പറ്റൂല. ഇനി അടുത്തതും കൂടെ കൊടുക്കുക. 3p ആണ് സർ. സെറ്റ് ആണ്. പി കിട്ടി. പിയിൽ എത്ര ഇലക്ട്രോൺസേ വരാൻ പറ്റുള്ളൂ? 5 ഇലക്ട്രോൺ കൊടുത്താലേ നമ്മൾ കണക്ക് റെഡി ആവുള്ളൂ. 5 + 12 = 17 ആണ് ഗ്രൂപ്പ് നമ്പർ. സോ സിമ്പിൾ. ഇങ്ങനെ റിവേഴ്സിബിൾ ചിന്തിച്ചാൽ ഇത് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കിട്ടും. അപ്പൊ ഇതിമെന്ന് തന്നെ ബാക്കിയുള്ള കൺസെപ്റ്റിലെ നോക്കാം. എടാ, ഈ 3 എന്ന് പറഞ്ഞാൽ പീരിയഡ് അല്ലേ? 3 എന്ന് പറഞ്ഞാൽ പീരിയഡ് ആണ്. പി എന്ന് പറഞ്ഞാൽ ബ്ലോക്ക് ആണല്ലോ. പി ബ്ലോക്ക് ആണ്. ഈ 5ന്റെ കൂടെ 12 കൂട്ടി കൊടുത്താൽ ഗ്രൂപ്പ് നമ്പർ കിട്ടും. ഏത് കിട്ടടാ? ഗ്രൂപ്പ് നമ്പറും കിട്ടും. സോ സിമ്പിൾ സർ. സെറ്റ് ആണ്. ഈ ക്വസ്റ്റ്യൻ സെറ്റ് അല്ലേ? എങ്കിൽ അടുത്ത എന്തൊക്കെയാണ് ഈ ക്വസ്റ്റ്യൻ? റൈറ്റ് ദ സബ്ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ. നമ്മൾ എഴുതി സബ്ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതി. ലാസ്റ്റ് എത്ര വന്നത്? 3p5 എന്ന് വന്നിട്ടുണ്ട്. വാട്ട് ഈസ് ദ പീരിയഡ് നമ്പർ? പീരിയഡ് നമ്പർ കാണാൻ വല്ല പ്രശ്നമുണ്ടോ? അതായത് ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ പീരിയഡ് നമ്പർ ഏറ്റവും ഹൈയസ്റ്റ് ഷെൽ നമ്പർ ആയിരിക്കും. എന്താടാ? ഏറ്റവും വലിയ ഷെൽ നമ്പർ ആയിരിക്കും. ഈ സർ എവിടെ ഷെൽ നമ്പർ എന്ന് പറഞ്ഞാൽ ഈ 1 2 2 2 3 3 ഇതാണ് ഷെൽ നമ്പർ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എഴുതുന്നത് ഷെൽ നമ്പർ. അപ്പൊ ഈ 1 ഏറ്റവും 3 ഏറ്റവും വലിയ നമ്പർ ഏതാ? സർ 3 ആണ് ഷെൽ നമ്പർ ഏറ്റവും വലുത്. അപ്പൊ പീരിയഡ് നമ്പർ എത്രയായിരിക്കും? 3 ആയിരിക്കും സർ. സെറ്റ് ആണ്. എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ 9ാം ക്ലാസ്സിൽ പഠിച്ചതിന്റെ ഒരു കണ്ടിന്യൂഷൻ ആണ്. ഒന്നുമില്ല, സിമ്പിൾ ആയിട്ട് മാഷ് പറഞ്ഞതാ. അതായത് വാട്ട് വിൽ ബി ദ കെമിക്കൽ ഫോർമുല? എന്താ കെമിക്കൽ ഫോർമുല എന്ന് പറഞ്ഞാൽ രാസസൂത്രം എഴുതാനാണ് പറഞ്ഞത്. ദ കോമ്പൗണ്ട് ഫോം ദ എക്സ് അഥവാ എക്സ് എന്ന കോമ്പൗണ്ട് റിയാക്ട് ചെയ്യാണ്. ആരോടെ റിയാക്ട് ചെയ്യുന്നത്? വൈ എന്ന കോമ്പൗണ്ടോട് റിയാക്ട് ചെയ്യാണ്. എക്സിന്റെ ആറ്റോമിക് നമ്പറും എല്ലാം നമുക്കറിയാം. ഓക്കെ, റെഡിയാണ് സർ. ഇനി വൈന്റെ കുറച്ച് കാര്യങ്ങൾ പറയാണ്. വൈ എന്ന് പറഞ്ഞാൽ 3ാമത്തെ പീരിയഡ് ആണ്. അഥവാ 3 ഷെൽസ് ഉണ്ട് എത്ര ഉദ്ദേശിക്കണുള്ളൂ. ഇനി വിച്ച് ആസ് ദ പി ദ 1 ഇലക്ട്രോൺസ് ഇൻ ദ പി സബ്ഷെൽ. അഥവാ പി എന്ന സബ്ഷെല്ലിൽ 1 ഇലക്ട്രോൺസ് ആണുള്ളത്. 3 ഷെല്ലുണ്ട്. പി എന്ന സബ്ഷെല്ലിൽ 1 ഇലക്ട്രോൺസാ. എങ്ങനെയാണ് സർ ക്വസ്റ്റ്യൻ ഉത്തരം എഴുതുക? ഒന്നുമില്ല, നമ്മളിപ്പോ പറഞ്ഞ കാര്യങ്ങൾ എഴുതി വെച്ചാൽ മതി. 3 ഷെല്ല് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അവസാനം 3 ആണ്. അവസാനം പിയും ആണെന്ന് പറഞ്ഞു. പിയിലെ എത്ര ഇലക്ട്രോൺസ് എന്താ പറഞ്ഞത്? 1 ഇലക്ട്രോൺസ്. ഇനി ബാക്കി പുറത്തേക്ക് എഴുതാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ? എഴുതിക്കോളി. 1s2, 2s2, 2p6, 3s2, 3p1. പരിപാടി കഴിഞ്ഞു. ഇവന്റെ ആറ്റോമിക് നമ്പർ ഒന്ന് നോക്കണം. 2 2 4 4 6 10 10 12 12 1 13. ടോട്ടൽ ആറ്റോമിക് നമ്പർ 13 ആണ്. എക്സിന്റെ ആറ്റോമിക് നമ്പർ എത്രയെന്നുള്ള ഒന്ന് എക്സിന് നോക്കിക്കോ, പെട്ട് നോക്കിക്കോ. 2 2 4 4 6 10 10 2 12 12 5 17 ആണ് സർ. 17. റെഡി ആണല്ലോ? എക്സിന്റെ ആറ്റോമിക് നമ്പർ 17 ആണ്. ഈ വൈൻ്റെത് 13 ആണ്. ഇനി എങ്ങനെ ചെയ്യാൻ ചോദിച്ചാൽ സിമ്പിൾ ആയിട്ട് മാഷ് പറഞ്ഞത് ഒന്നുമില്ല. ഇവിടെ നോക്കിയാൽ മാത്രം മതി. ഈ എക്സിന്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഫസ്റ്റ് എഴുതാം. സിമ്പിൾ ഉള്ള മെത്തേഡാണ് പറഞ്ഞത്. ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതാൻ പറ്റൂലേ? 2 8 7 എന്ന് വരും. അഥവാ ഇലക്ട്രോൺ വിന്യാസം. ഇനി വൈന്റെ 13ന്റെ എഴുതാലോ? 2 8 3 എന്ന് വരും. ഇനി നമ്മൾ 9ാം ക്ലാസ്സിൽ പഠിച്ച കാര്യം ഇവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അഥവാ വാലൻസി കാണണം, സംയോജകത കാണണം. സർ അവസാനം 7 ഇലക്ട്രോണുകൾ ആണെങ്കിൽ വാലൻസി എത്ര വരിക? സർ അവസാനം 8 ഇലക്ട്രോൺ ആണ് സ്റ്റേബിൾ ആവാൻ വേണ്ടത്. നമ്മുടെ കയ്യിൽ 7 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പൊ ഇനി എത്ര ഇലക്ട്രോൺസ് കൂടെ കൂട്ടിച്ചേർത്താൽ മതി? 1 ഇലക്ട്രോൺസ് കൂടെ കൂട്ടിച്ചേർത്താൽ മതി. അപ്പൊ എക്സ് എന്ന് പറഞ്ഞതിന്റെ വാലൻസി ചോദിച്ചാൽ
ഒന്നായിരിക്കും. എക്സിന്റെ വാലൻസ് എത്രടാ? ഒന്നാണ്. സോ സിമ്പിൾ. അപ്പൊ വൈ എന്ന് പറഞ്ഞാലോ അവസാനം 3 ഇലക്ട്രോൺസ് ആണെങ്കിൽ അവന്റെ വാലൻസി ആ നമ്പർ തന്നെ ആയിരിക്കും. അപ്പൊ മാസ്റ്റർ കോഡ് പറഞ്ഞുതരാം, ഒന്ന് ഓർമ്മ എടുത്ത് വെച്ചാൽ മതി. അവസാനത്തെ ശരിയിൽ 1 ഇലക്ട്രോൺ, 2 ഇലക്ട്രോൺ, 3 ഇലക്ട്രോൺ, 4 ഇലക്ട്രോൺ വന്നാൽ സംയോജകത അഥവാ വാലൻസി ചോദിച്ചാൽ അതേ നമ്പർ ആയിരിക്കും. ഇനി 5, 6, 7 എന്നിവ വന്നാൽ 8 ആകാൻ എത്ര ഉണ്ടെന്ന് നോക്കിയാൽ മതി. സോ സിമ്പിൾ സർ. അങ്ങനെയാണെങ്കിൽ വൈന്റെ വാലൻസ് എത്രയിടോ? വൈന്റെ വാലൻസി സർ 3 ആണ്. സോ സിമ്പിൾ. അപ്പൊ എക്സിന്റെ വാലൻസ് കിട്ടി, വൈന്റെ വാലൻസ് കിട്ടി. നമ്മളോട് എന്താ എഴുതാൻ പറഞ്ഞത്? കെമിക്കൽ ഫോർമുല എഴുതാൻ പറഞ്ഞു. നമ്മൾ ഇപ്പോൾ എഴുതിയ കണ്ടത്തെ കാര്യം ഒന്നുകൂടെ എഴുതാണ്. എക്സിന്റെ വാലൻസ് 1, വൈന്റെ വാലൻസ് എത്രയിടോ? 3 ആണ്. ഇനി കെമിക്കൽ ഫോർമുല അഥവാ രാസസൂത്രം ചോദിച്ചാൽ എന്താടാ? രാസസൂത്രം. ഈ ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിച്ച് വെച്ചോളി മക്കളെ. രാസസൂത്രം ചോദിച്ചാൽ ഒന്നുമില്ല, ഇവനൊന്നുകൂടെ മാറ്റട്ടെ. രാസസൂത്രം ചോദിച്ചാൽ ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി. എക്സിനെ ഫസ്റ്റ് താഴേക്ക് എടുത്ത് എഴുതുന്നു, വൈനും താഴേക്ക് എടുത്ത് എഴുതുന്നു. എന്നിട്ട് എന്താ ചെയ്യേണ്ടത് ചോദിച്ചാൽ 2 വാലൻസുകൾ തമ്മിൽ ക്രോസ് മൾട്ടിപ്പിൾ ചെയ്ത് താഴെ ഇട്ട് കൊടുക്കുക. 2 സംയോജകത തമ്മിൽ എന്ത് ചെയ്യുക? ക്രോസ് മൾട്ടിപ്പിൾ ചെയ്യുക, താഴെ ഇട്ട് കൊടുക്കുക. അപ്പൊ എക്സിന് താഴെ 3 എന്ന് വരും, വൈന് താഴെ 1 എന്ന് വരും. പക്ഷെ കെമിസ്ട്രിയിൽ 1 എന്ന് പറയുന്നത് എഴുതി കൊടുക്കേണ്ട ആവശ്യമില്ലാത്തത് കൊണ്ട് എന്ത് എഴുതിയാൽ മതി? x3y എന്ന് ഉത്തരം കിട്ടും. എന്താണ് ഉത്തരം കിട്ടുക? x3y എന്ന് കിട്ടും. സോ സിമ്പിൾ അല്ലേ? പരിപാടി കഴിഞ്ഞോ? x3y എന്ന് കിട്ടും. ഈ കാര്യം സെറ്റ് ആണല്ലോ. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാം? നല്ല ബോഡി എഴുതി തന്നെ പഠിക്കുക. റെഡി ആണല്ലോ? അടുത്തൊരു ക്വസ്റ്റ്യനുമായി കാണാം. ഓക്കെ ബൈ.